ശ്രീ എൻ പിയേഴ്സൺ ഇന്നലെ LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. അതായത് എല്ലാ MLA മാരും, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ MLA മാരുമായി മുഖ്യമന്ത്രി പറഞ്ഞത് തുടർ ഭരണം ഉറപ്പാക്കണം, മണ്ഡലത്തിൽ സജീവമാകണം, ഇനിയുള്ള കാലം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങളിലെത്തിക്കണം, ആരും സ്ഥാനാർത്ഥികളാവാൻ സ്വയം കച്ചകെട്ടി ഇറങ്ങരുത്, സ്ഥാനാർത്ഥികളെ നമ്മുടെ മുന്നണി സംവിധാനം തന്നെ തീരുമാനിച്ചോളൂ. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. ഇനിയുള്ള കാലം വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് തുടർ ഭരണത്തിന് സാധ്യതയുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടുത്തറിയാനും ജനങ്ങളിലേക്ക് നേരിട്ട് ഇടപെടാനും മുന്നിട്ടിറങ്ങാവുന്ന രീതിയിലുള്ള പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇന്നും എല്ലാ മാധ്യമങ്ങളും അത് വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ഒരു നീക്കത്തെ, അതായത് ഇന്നലെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മുമ്പായിരുന്നു LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നു, വീണ്ടും ഒരു ഇടതുഭരണം, മൂന്നാമത്തെ ഇടതുഭരണം വരാൻ പോകുന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത്. നമുക്ക് ഇതിനെ ഏതു തരത്തിൽ വിലയിരുത്താം? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഒരു ആഘാതമായിരുന്നു. ശരി എന്ന് വെച്ചാൽ അവരുടെ മുഖത്തടിച്ചതുപോലെയുള്ള ഒരു ഫലമാണ്. കാരണം കുറ്റിക്കേറ്റടി. അതെ, അങ്ങനെ അടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഉള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ അവർക്ക് ആ പ്രശ്നങ്ങൾ പലതും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, അവരുടെ ഭരണത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും അവർ പ്രകടമാക്കുന്ന ഒരു ധാർഷ്ട്യമുണ്ട്, ധിക്കാരം, അഹങ്കാരം. അത് ഒരു സമൂഹവും സാധാരണ രീതിയിൽ അംഗീകരിക്കാറില്ല എന്നുള്ളതാണ്. അത് അവരുടെ മാത്രമല്ല, ആരുടേതായി കഴിഞ്ഞാൽ. അങ്ങനെ അധികാരിവർഗത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പാണ് പിന്നീട് നമ്മൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന നിലയ്ക്ക് വായിക്കുക. അങ്ങനെ നിലവിലുള്ള ഭരണത്തിനോട് 50% അല്ലെങ്കിൽ അതിലധികം വരുന്ന തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ഇത് വളരെ വ്യക്തവും പ്രകടവുമാണ്. അല്ല, NDTVയുടെ ഒരു സർവേ അനുസരിച്ച് 51%-ലധികം പേർ അഭിപ്രായപ്പെടുന്നത് സംസ്ഥാനത്ത്, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെ, അത് ശരിയാണ്. അത് ശരിയായിരിക്കും. ആ ഭരണവിരുദ്ധ വികാരമാണ് വലിയ കൊടുങ്കാറ്റ് പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രകടമാക്കപ്പെട്ടത്. അതിൻ്റെ ഒരു ആവർത്തനമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാധാരണ രീതിയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് തടയിടാനും യഥാർത്ഥത്തിൽ ഭരണവർഗത്തിന് കഴിയും എന്നുള്ളതാണ്. കാരണം എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനുള്ള സാധ്യത, ഒരു സ്പേസ് അവിടെ കിടക്കുന്നു. ഇപ്പോഴും 60 മണ്ഡലങ്ങളിൽ LDFന് മെജോറിറ്റി ഉണ്ട്. ഈ തുന്നസ് അടിച്ച അല്ലെങ്കിൽ തൊപ്പിയിട്ട കാലഘട്ടത്തിൽ പോലും 60 സീറ്റുകൾ അവർക്ക്, 80 സീറ്റ് UDF. അങ്ങനെ ഉള്ള ഒരു പൊസിഷൻ 60 അല്ലെങ്കിൽ അവർ 58 സീറ്റെങ്കിലും ഉറപ്പായിട്ടും LDFന് ജയിക്കാൻ പറ്റും എന്ന് കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ. പിന്നെ അവർ നോക്കുമ്പോൾ എന്താണ്, 12 സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ 70 സീറ്റ് അത് പിടിക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ MLA-മാർ, ഒരു MLA തോൽപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. കാരണം സർക്കാരിൻ്റെ ഫണ്ട്, ഓരോ വർഷവും വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, അത് അവരുടെ ഒരു ആധിപത്യ ഉറപ്പിനായിട്ട് നിർവഹിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ഥിരമായിട്ടിപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ MLA-മാർ 5, 6, 7, 8, 9, 10 പ്രാവശ്യമൊക്കെ ജയിക്കുന്ന അത്ഭുതം നമ്മൾ കാണുന്നു. മാണിയുടെയൊക്കെ സ്ഥിതി അതാണ്. പക്ഷേ CPM എന്ന് പറഞ്ഞതിനിടയിൽ ഒരു ടേം കണ്ടീഷൻ വെക്കുന്നു. 2 തവണ 3 തവണ മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കേണ്ട, മാറി നിന്നിട്ട് പിന്നീട് ഒന്ന് മത്സരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവർ ടൈം കണ്ടീഷനൊക്കെ വെക്കുമ്പോൾ ഈ തുടർച്ച അവർക്ക് കിട്ടാതെ പോകും. പക്ഷേ ഇത്തവണ ടേം കണ്ടീഷനിൽ ഇളവുണ്ടാവും. കാരണം തുടർച്ചയായി ഇത്തവണ അവർ ടേം കണ്ടീഷൻ ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭരണം പിടിക്കാൻ വേണ്ടി തന്നെയല്ലേ. അപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു MLA സാധാരണ രീതിയിൽ അവരുടെ നിയമമണ്ഡലത്തെ നാടുവാഴിയാണ്. നാടുവാഴിക്ക് ഉള്ള വലിയ തരത്തിലുള്ള സ്വാധീനങ്ങൾ എല്ലാ MLA-മാർക്കുണ്ട്, എല്ലാ പാർട്ടികളുടെ. അതെ, അത് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ പാർലമെൻ്ററി പാർട്ടിയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു അടിത്തറ. അതാണ് നമുക്കതങ്ങ് ഉപയോഗിക്കാം. അതങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 12 സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് കഴിയും എന്നവർ കരുതുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ പൊതുവെ കണക്കാക്കുന്നത്
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ള ഫൈറ്റായി മാറും എന്നുള്ളതാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നേടിയ വിജയം പോലെ ഒരു ഈസി വാക്ക് ഓവറായിട്ട് UDF അതിനെ കണക്കാക്കിയാൽ അവർ കുഴപ്പത്തിലായി പോകും. UDFും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 12 ലക്ഷത്തിൻ്റെത് മാത്രമാണ്. അതിൽ 6 ലക്ഷം മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. അപ്പോൾ ഈ മലപ്പുറം ജില്ല സമ്പൂർണ്ണമായിട്ട് LDF അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കും. ബാക്കി 13 ജില്ലയിലാണ് 6 ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ മേൽക്കൈ മാത്രമാണ് UDFിനുള്ളത്. അത് മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താനായിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ 12 സീറ്റിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ ഒരു 70, 71, 72 സീറ്റിലേക്ക് എത്തിയാൽ എന്തായി മൂന്നാം ഭരണം അവരുടെ കയ്യിലിരിക്കും. പക്ഷേ ശ്രീ NMPS എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഭയങ്കര എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വാഴ്ത്തിപ്പാടുന്നതാണ്, അഭിനന്ദിക്കുന്നതാണ്. നമുക്കറിയാം തൃക്കാക്കര ബൈ ഇലക്ഷൻ, പുതുപ്പള്ളി ബൈ ഇലക്ഷൻ, അതുപോലെ ഇപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ, ഇപ്പോൾ അവസാനം നടന്ന നിലമ്പൂർ ബൈ ഇലക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശനെ അപ്പോൾ നമ്മൾ അത്ര ചെറുതായി കാണേണ്ട കാര്യമുണ്ടോ? അല്ല, VD സതീശനെ ആരും ചെറുതായി കാണുന്നില്ല. VD സതീശനെ ചെറുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരെ തന്നെയാണ്. കാരണം മിക്കവാറും ഞാൻ പറയട്ടെ, കോൺഗ്രസ്സുകാരെ തന്നെയാണ് ചെറുതായി കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സതീശനെതിരെ, പുറത്തുള്ളവരെക്കാൾ ഉപരിയായിട്ട്. ഇപ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അവർ നടത്തുന്നുണ്ട്, അപ്പുറത്തുള്ളവരും നടത്തുന്നുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്നത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതെ, അതല്ലാതെ വേറെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഒന്നും പ്രത്യേകിച്ച് ആരും നടത്തുന്നില്ല. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് വിജയങ്ങളായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം എന്ന് പറയുന്നത് UDFിന് തന്നെയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ആന്റി ഇൻകംബൻസി ഫാക്ടർ, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തമാണ്. ആ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സമയത്ത് UDFിൻ്റെ സീറ്റിലായിരുന്നു ബഹുഭൂരിപക്ഷം മത്സരം നടന്നത്. അവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് UDF ജയിച്ചു. LDFിന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അതവർ നിലനിർത്തി. മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് അൻവറിൻ്റെ അല്ലേ, അൻവറിൻ്റെ സീറ്റ് LDFിൻ്റെ സീറ്റ് അല്ലാതെ അൻവറിൻ്റെ സീറ്റാണ്. അൻവർ പോയപ്പോൾ അത് പോയി എന്ന് മാത്രമേ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ CPMന് അങ്ങനെ പരിക്കില്ല. നിലമ്പൂർ തന്നെ CPMൻ്റെ വോട്ടുകളൊക്കെ ബാഗ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെയാണ് പൊസിഷനുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LDF തോൽക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും ഇങ്ങനെ സഞ്ചരിച്ച് അവസാനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി എന്ന പേര് യഥാർത്ഥത്തിൽ അതിനുണ്ട് എന്നുള്ളത്. പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിലൊന്നും അങ്ങനെ വ്യത്യാസങ്ങൾ സംഭവിച്ചിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ജയിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിലനിൽക്കുന്നു എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയോ അതേപോലെ തന്നെ ഈ മന്ത്രിസഭയോ അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ട് എന്ന് അവർ പറയുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാര്യമായ അഴിമതി ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരെ വന്നിട്ടില്ല, MLA-മാർക്കെതിരെ വന്നിട്ടില്ല. പൊതുവേ അത് എല്ലാ കാലത്തും, അത് ഇപ്പം നായനാർ മുഖ്യമന്ത്രിയായ സമയത്തും VS മുഖ്യമന്ത്രിയായ സമയത്തും LDFിൻ്റെ മന്ത്രിമാർക്കെതിരെയോ MLA-മാർക്കെതിരെയോ ഒരു അഴിമതി ആരോപണങ്ങളൊന്നും വരാറില്ല. ആ സമയത്ത് UDFിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവസാനം ഉമ്മൻചാണ്ടിയുടെ സമയത്ത് സോളാർ കോഴ വന്നു, ബാർ കോഴ വന്നു. അപ്പോൾ അത് മാത്രമല്ല LDFിൻ്റെ MLA-മാരുടെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്, അത്യാവശ്യം മാന്യമായ സ്റ്റാൻഡേർഡായ ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട്, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, നാട്ടിൽ ഒരുപാട് റോഡുകളും പാലങ്ങളും ഒക്കെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അഴിമതി ആരോപണങ്ങൾ ഒട്ടുമില്ലതാനും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ LDF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രമകാരികളെന്ന നിലക്ക് മാത്രമാണ് ആരോപണത്തിന് വിധേയമായിരുന്നു. ഇപ്പോൾ അഴിമതി അവരുടെ ഭാഗത്ത് ഉണ്ട് എന്ന നിലക്ക് അഴിമതി ആരോപണത്തിനും അവർ വിധേയരാകുന്നുണ്ട്. പക്ഷേ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലും വളരെ മികച്ച ഒരു ഗ്രാഫ് അവർക്ക് ഉയർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ ഉള്ള ഒരു നിലപാടെടുക്കുകയും LDF ഈ തെരഞ്ഞെടുപ്പിനെ ഉപേക്ഷിക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്, അത് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. പക്ഷേ എന്നാലും എൻ്റെ ചോദ്യം ഇതാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമല്ലോ. സാർ 10 വർഷം ഭരിക്കുന്ന ഒരു മുന്നണി, പിണറായി വിജയൻ 10 വർഷം ഭരിക്കുന്നു. നിരവധി വിവാദ വിഷയങ്ങളും പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള നിരവധി വിവാദ വിഷയങ്ങൾ അകപ്പെടുന്നു. അതുപോലെ പല മന്ത്രിമാർക്കെതിരെയും പല ആരോപണങ്ങൾ വന്നു. മന്ത്രി MB രാജേഷിനെതിരെയും വീണ ജോർജിനെതിരെയും ആരോപണങ്ങൾ വന്നു. ഇപ്പോൾ അവസാനം പറയുകയാണെങ്കിൽ സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവന, AK ബാലൻ്റെ വിവാദ പ്രസ്താവന, ഇതെല്ലാം സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് മത ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ
ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെലുത്തില്ലേ? അല്ല, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും വോട്ടുകൾ LDFന് കിട്ടിയിട്ടില്ല. ഇക്കഴിഞ്ഞ ഇലക്ഷൻ ഇനി അത് കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. ഈ ഒരു സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് LDF അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുകയും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് പോകുന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ LDFിനൊപ്പം പിണറായി വിജയനൊപ്പം ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ UDFിന് നല്ല നേട്ടമാണ് ഉണ്ടായത്. അപ്പോൾ മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് പോയാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ നേതാക്കൾ പറയുന്നത് ഈ UDFിനൊപ്പം നിൽക്കാനാണ്, UDFിലേക്ക് മടങ്ങിപ്പോവാനാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളപ്പോൾ എന്താ ചിന്തിക്കുക, സ്വാഭാവികമായിട്ടും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ LDFിൻ്റെ ഭാഗമായി വീണ്ടും ജോസ് കെ മാണി നിൽക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ക്രൈസ്തവ വോട്ടുകൾ കിട്ടില്ലെന്ന് നമുക്ക് പൂർണ്ണമായും ഈ സാഹചര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ലേ? അല്ല, ക്രൈസ്തവ വോട്ടുകൾ ഒന്നും അങ്ങനെ കിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. ക്രൈസ്തവ വോട്ടും കിട്ടില്ല, പാർട്ടി വോട്ട് കിട്ടും. പാർട്ടിക്കാരായ ക്രൈസ്തവർ വോട്ട് ചെയ്യും. കേരള കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ വോട്ട് കിട്ടുന്നത് കളയുന്നത് ഇലക്ഷന് നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഒരു മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരു ഘടകകക്ഷി പിരിഞ്ഞു പോകുന്നത് ആ മുന്നണിക്ക് ഗുണകരമായ കാര്യമല്ല. ഇത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ അത് വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ ഓപ്പറേറ്റ് ചെയ്യുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് LDFിനൊപ്പം നിന്ന് നിൽക്കുന്നത്. ഇനി അതിനെ പിളർത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.